ഇതൊരു യാദൃശ്ചികമായ സന്ദേശമല്ല. നിന്റെ ഹൃദയവാതിലിൽ ഒരിക്കൽ കൂടി മുട്ടുന്ന എന്റെ കരുണയുടെ ശബ്ദമാണിത്. കോപത്തോടെയല്ല, മറിച്ച് നിത്യത നിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നിശബ്ദനായിരിക്കാൻ കഴിയാത്ത ആഴമായ സ്നേഹത്തോടെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. കാഹളമിനി രണ്ടാമത് മുഴങ്ങില്ല. ആ അവസാന വാതിൽ അടഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് തുറക്കാൻ കഴിയില്ല. നാളെ മാറാം എന്ന് നീ പറയുമ്പോഴും നിന്റെ ആ നാളെ ഒരിക്കലും വന്നില്ലെങ്കിലോ എന്ന് ചിന്തിക്കുക. കാരണം 36:3 പറഞ്ഞതുപോലെ എന്റെ ആത്മാവ് എപ്പോഴും മനുഷ്യനോട് പോരാടുകയില്ല. സത്യം നിന്റെ മുന്നിലൂടെ പലതവണ കടന്നുപോയിട്ടും ഭയം നിന്റെ വായടപ്പിച്ചുകളഞ്ഞു. ലോകത്തിലെ വിനോദങ്ങളും തമാശകളും പങ്കുവയ്ക്കാൻ മടിക്കാത്ത നീ ആത്മാക്കളെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഏക സത്യം മറച്ചുപിടിക്കുന്നതെന്തുകൊണ്ട്? നിന്റെ മടി കാരണം മറ്റൊരു ആത്മാവ് നഷ്ടപ്പെടാനിടയാകരുത്. എന്റെ കൈകളിപ്പോഴും നീട്ടിയിരിക്കുകയാണ്. എന്റെ കൃപ ഇപ്പോഴും നിന്നിലുണ്ട്. എന്നാൽ വൈകാതെ ആ വാതിൽ അടയുകയും കരുണയുടെ മാറ്റുലി ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് അഹങ്കാരം വെടിഞ്ഞ് എന്നെ അനുസരിക്കുക. നിശബ്ദത വെടിഞ്ഞ് സത്യം പ്രഘോഷിക്കുക. നിശ്വാസം നിലയ്ക്കുന്നതിനു മുൻപ് ഈ സുവിശേഷം ലോകത്തോട് പങ്കുവെക്കുകയാണെങ്കിൽ ആ നിത്യതയുടെ വാതിൽ നിനക്ക് പിന്നിൽ അടയുമ്പോൾ നീ എന്റെ മഹിമ ദർശിക്കും.